എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു 3 പീസ് നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു ഡബിൾ എക്സൽ സൈസിലുള്ള ഒരു നൈറ്റിയാണ്. ചെസ്റ്റ് 11.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 പീസ് നൈറ്റി നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റി. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഇത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റാണ്. ചെസ്റ്റ് സാധാരണ നമ്മൾ താഴ്ഭാഗത്തല്ലേ മാർക്ക് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഈ മോഡലിൽ ചെസ്റ്റ് മുകൾ ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 11.5 ഇഞ്ചോളം ചെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. 11.5 ഇഞ്ചോളം ചെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ഒരു 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രിപ്പിൾ എക്സൽ നൈറ്റിയൊക്കെ വേണമെങ്കിൽ നമ്മൾ 3 മീറ്ററിന് അല്ലെങ്കിൽ 3.20-ൻ്റെയൊക്കെ തുണി എടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ 2.90-ൻ്റെതാണേ. അപ്പോൾ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു 7.5. അത് നമുക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമ്മൾ 11.5 മാർക്ക് ചെയ്തു. ഷോൾഡർ എത്ര മാർക്ക് ചെയ്തു? 7.5. നമുക്ക് ആം ഹോൾ 8 എടുക്കാം, കാരണം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് പോകുമല്ലോ. അതുകൊണ്ട് ആം ഹോൾ 8 എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ നോക്കണം 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം, 7.5 ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. 7.5 ഇവിടെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെയും 7.5 കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെയാണ് 7.5 വരുന്നത്. ഈ ലൈനാണേ 7.5. ഇതല്ല, ഈ ആദ്യം രണ്ടാമത് വരച്ച് ഇതല്ല കേട്ടോ, സെക്കൻഡ് ലൈനല്ല, ഈ ലൈനാണേ. നമ്മൾ എന്തൊക്കെ മാർക്ക് ചെയ്തു? ഷോൾഡർ മാർക്ക് ചെയ്തു, ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് യോക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ 3 പീസ് അല്ലേ. യോക്ക് ഞാനിവിടെ ഒരു 10.5 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ 10.5 ഇഞ്ച് യോക്ക് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മറു സൈഡിലും 10.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്താ, മറു സൈഡിലും 10.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്യുന്ന അതേ അളവ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്ക് വിഡ്ത്താണ്. അപ്പം ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 3.5 എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് 3 പീസൊക്കെ വച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് അത് 3 ഇഞ്ച് കിട്ടിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് മാത്രം ഞാൻ ഇത് കൂട്ടി മാർക്ക് ചെയ്യും കേട്ടോ. ഇപ്പം തൽക്കാലം ഞാൻ ചെസ്റ്റ് 3 മാർക്ക് ചെയ്യുകയാണേ. ചെസ്റ്റ് 3 മാർക്ക് ചെയ്തു. ഇതെല്ലാം 3 ഇവിടെ. എന്നിട്ട് നമുക്ക് നെക്ക് ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ലെങ്ത് ഞാൻ 6 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതൊരു സ്ക്വയർ ആക്കി മാറ്റാം. ഇത് 3 ഇഞ്ച്. പിന്നെ എന്താ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെയും നോക്കണം 3 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. കുറച്ച് 3 ഇഞ്ചുണ്ട്. ഇനി നമുക്കിവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ഇതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആ ജോയിൻ ചെയ്യുന്ന ഭാഗമുണ്ട്, സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഭാഗം, അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനത് ഈ സൈസിനൊക്കെ നമുക്കൊരു 9.5 മാർക്ക് ചെയ്താൽ മതിയാവും കണ്ടോ. ഒരു 9.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഈ 11.5 തന്നെ ഉണ്ടോ എന്ന് നോക്കണം. 11.5 ഉണ്ട്. ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇത് ചെസ്റ്റാണ്, ഇതാണ് ആം ഹോൾ ലെന്ത്. അത് നമ്മളിവിടെ 8 മാർക്ക് ചെയ്തു. ഇത് നമുക്ക് ആം ഹോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തെ വണ്ണമാണ്. അത് ഈ ചെസ്റ്റ് അളവാണ് ഇവിടെ 11.5. അവിടെ നിന്നും വേണം നമ്മൾ ഈ 9.5 മാർക്ക് ചെയ്യേണ്ടത്. 9.5 മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സ്ലീവ് റൗണ്ട് ഞാനൊരു 7 ഇഞ്ചും തയ്യൽത്തും കൂടെ കൂട്ടി 8 ഇഞ്ച് എടുക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇതിനെ യോജിപ്പിക്കാൻ നമുക്ക് വരട്ടെ. നമുക്ക് ആദ്യം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ നെക്കില്ലേ, നെക്കിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 4.25 വരുന്നുണ്ട്. നെക്കിൻ്റെ ഇവിടെ നിന്നും യോക്ക് ഭാഗത്തേക്ക് 4.25 വരുന്നത്. അതിൽ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് കുറയ്ക്കാം. ഒരു 3.25 നമുക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾ ഇവിടെ എത്രയാണോ ഈ നെക്കിന് ശേഷം കാണുന്നുള്ളൂ, ഈ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്ന് താഴോട്ട് ഇതാണ് യോക്ക് ഭാഗം. ഇവിടെയാണ് 10 ഇഞ്ച് യോക്കിന് മാർക്ക് ചെയ്തത്. ഇവിടെ മറു സൈഡിലും 10.5 മാർക്ക് ചെയ്ത്, ഇവിടെയും 10.5 മാർക്ക് ചെയ്തു. ഈ യോക്കിൻ്റെ ഈ ഭാഗത്തു നിന്ന്, ഈ നെക്കിൻ്റെ ഈ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ടെന്ന് നോക്കണം.
അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ എനിക്കിവിടെ 4.25 അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചപ്പോൾ 3.25. ആ 3.25 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. കണ്ടോ, 3.25 മാർക്ക് ചെയ്ത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 3.25 മാർക്ക് ചെയ്തില്ലേ, അതേ അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം. 3.25 മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ഈ ആം ഹോൾ ലെങ്തില്ലേ അത് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണം. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് യോക്കിൻ്റെ ഭാഗത്താണ് ഇത്. നമുക്ക് 1/2 ഇഞ്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്ത മാർക്കണം. അത് ഇവിടെ വേണ്ട, നമുക്ക് ഇവിടെയാണ് വേണ്ടത്. ആ 3.25 അളവ് ഇവിടെ നിന്ന് ഇവിടെ വേണം എടുക്കേണ്ടത് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് അറിയാം, ഇവിടെ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കണമെന്ന് അറിയാനാണ് മാർക്ക് ചെയ്യുന്നത്. ഈ യോക്ക് ഭാഗം 10.5 അതിലേക്ക് ഈ ആം ഹോൾ എടുത്ത ആ മാർക്ക് ഇവിടെ ചെയ്യണം. മനസ്സിലാവുന്നത്? നിങ്ങൾ മനസ്സിലായാലും വീഡിയോ ഒന്നും കൂടി കാണണേ. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഈ യോക്ക് ഭാഗത്തിൻ്റെ അവിടെ വരുന്നത് നിങ്ങൾ ഈ ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ എടുക്കണം. 4 ഇഞ്ചാണ് ഇതിൻ്റെ സെൻറ്റർ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു മാർക്ക് കൊടുക്കണം. നമുക്ക് ഇങ്ങനെ വളച്ച് വന്നിട്ട് ഇങ്ങനെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ 3 പീസിൻ്റെ മാർക്കിങ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ട്? പറയുന്നത് മനസ്സിലായോ? ഇവിടെ നിന്ന് 1/2 ഇഞ്ച്, കാരണം നമുക്കിവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് കയറ്റപ്പോൾ എത്രയാണോ അത് വേണം നമ്മളിവിടെ എടുക്കാൻ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച്, ഇവിടെ 4.25 യോക്ക് ലെങ്ത്, 4.5 വരുന്നുണ്ട് യോക്ക് ലെങ്ത്. അപ്പോൾ 1/2 ഇഞ്ച് കയറ്റിയപ്പോൾ 4, അപ്പോൾ ആ 4 ഇഞ്ച് നമുക്ക് ഇവിടെ വരുത്തണം കേട്ടോ. അല്ല 4.25, അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറയ്ക്കണം നമ്മൾ. 4 ഇഞ്ചാണ് വരുന്നത്, 4.5 വരുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കുറച്ച്, 4.5 ഇല്ല, ഇവിടെ താഴ്ഭാഗത്ത് എടുക്കുമ്പോൾ 4, അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറച്ച്. കണ്ടോ, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 4 വരുന്നത്. നേരത്തെ ഞാൻ 3.25 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് 3.25 എടുക്കണ്ട, കാരണം നമുക്ക് ഇവിടെ 4.25 ഇല്ല, 4 ഉള്ളൂ കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ 4 നിന്ന് 1/2 കുറച്ച് എത്രയാണ്? 3.5. അപ്പം നമ്മളിവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ചൊരു ഷേപ്പ് മാർക്ക് ചെയ്യണം യോക്ക് ഭാഗത്തോട്ട്. ഇങ്ങനെ ഒരു ചരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നത്? നമ്മൾ ഇവിടെ 4 ഉണ്ട്, അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 3.5. ആ 3.5 ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ അത് ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് 3.5 വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ചൊരു മാർക്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിലോട്ട് യോജിപ്പിക്കണം. ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരച്ചത്, അങ്ങനെയല്ല, സോറി, അതെനിക്ക് മാറിപ്പോയതാണ്. നമ്മൾ ആദ്യം ഈ യോക്കിൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 3.5 അപ്പോൾ ആ 3.5 ഇവിടെ നിന്ന് എടുക്കുക. അവിടെ നിന്ന് ഈ യോക്കിലോട്ടാണ് ചരിച്ച് മാർക്കേണ്ടത്. ഇനി എന്നിട്ട് നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മാർക്ക് കൊടുക്കാം. തിരിച്ച് ഈ ആം ഹോളും ഇതും തമ്മിൽ യോജിപ്പിക്കാം. ഇതാണ് ആം ഹോള്, അതിങ്ങനെ യോജിപ്പിക്കാം കേട്ടോ. ഇതാണ് ആം ഹോള്, യോജിപ്പിക്കാം. തിരിച്ച് ഇതും നമ്മുടെ സ്ലീവിൻ്റെ ഇതും തമ്മിൽ യോജിപ്പിക്കാം. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ ഞാൻ ഇവിടെ എങ്ങനെയാണ് വരച്ചതെന്ന്? ഇവിടെ നിന്ന് യോക്ക് എത്ര ഉണ്ടെന്നോ അതൊന്ന് 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. അതാണ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ലൈനും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതും തമ്മിൽ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കിനി ഇവിടെ എത്രയാണോ വിട്ടുള്ളതെന്ന് നോക്കണം. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 4.25 വരുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4.25. അപ്പോൾ യോക്കിൽ നിന്നും 4.25 എവിടെ വരുന്നെന്ന് നമ്മൾ നോക്കണം. പിന്നെ ഈ 4.25 ഇവിടെ വരുന്നത് കണ്ടോ, യോക്കിൽ നിന്ന് വരുമ്പോൾ 4.25 ഇവിടെയാണ് 4.25 വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഇതൊന്നും അല്ല, ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചെസ്റ്റ് ലൈനിൽ നിന്ന് താഴോട്ട് വരച്ചില്ലേ, ആ ലൈനിൻ്റെ അവിടുത്തെ ലെങ്ത് വേണം നമുക്ക് നോക്കാം. 4.25 അത് വേണം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ പോരാ. നമ്മളിവിടെ ഒരു 10.5 ഇഞ്ച് യോക്ക് മാർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നും 4.25, ഇപ്പോൾ 4.5 ആണെങ്കിൽ 4.5 ഇവിടെയാണ്, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ 4.25 എനിക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഇവിടെ വെച്ച് നോക്കുമ്പോൾ 4.25 ഇവിടെ വരുന്നു. അപ്പം ഇങ്ങനെ വേണം നമുക്ക് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇനി നമുക്ക് ഈ യോക്കിൽ നിന്നും
നമ്മൾ ഈ ചെസ്റ്റ് ലൈനിലോട്ട് മാർക്ക് ചെയ്തില്ല, അങ്ങോട്ടേക്ക് ഒരു ഇത് കൊടുക്കണം കേട്ടോ, ഒരു ലൈൻ കൊടുക്കണം. ഇങ്ങോട്ടല്ല, ആംഹോളിലല്ല കൊടുക്കേണ്ടത്, നമ്മൾ ചെസ്റ്റ് ലൈൻ ഇവിടെയാണ് മാർക്ക് ചെയ്താൽ മുകളിൽ ചെസ്റ്റ്, അവിടെ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്താൽ അവിടെ നിന്ന് ഈ യോക്കിലോട്ട് വേണം നമ്മൾ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. യോക്കിലോട്ട് കണ്ടോ. ഇനി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് ഈ നമ്മളിവിടെ 3.5 മാർക്ക് ചെയ്ത് വച്ചില്ലേ, ഇത് രണ്ടിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. 4ആണ്, 4ന്റെ പകുതി 2 അല്ലേ, ഇവിടെ നിന്നും ഇവിടേക്ക് 4 2. എന്നിട്ട് നമ്മൾ ഇതിന് ഇങ്ങോട്ടേക്ക് ഒന്ന് വളച്ച് മാർക്ക് ചെയ്യണം. ഈ നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ഇവിടെ നിന്നും ഈ യോക്കിനെക്കാട്ട് അരയിഞ്ച് കുറച്ച് 3.5 മാർക്ക് ചെയ്തു, അതാണ് ഇങ്ങോട്ടേക്ക് മാർക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക്. ഇതിൻ്റെയും ഈ 2 എണ്ണത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യണം. 4 ഇഞ്ചാണ് ഫുള്ള് വരുന്നത്, അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 2. അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷേപ്പ് കൊടുക്കുക. മനസ്സിലായി? നമുക്ക് നെക്ക് ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രമേ 3 പീസ് ചെയ്യുന്നുള്ളൂ, ബാക്ക് നെക്ക് ചെയ്യുന്നില്ല. ഇനി നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ടേക്ക് വരണം. ഇപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ കണ്ടോ. ഇവിടെ വരുമ്പോൾ നമ്മളിത് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. ഇതാണ് നമുക്ക് സ്കേർട്ട് ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും. നമുക്ക് ഇത് ഇപ്പോഴാവശ്യമില്ല, ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കും. ഇതാണ് നമ്മുടെ യോക്ക് ഭാഗം. അപ്പോൾ നമുക്ക് ഇത്രയും പീസ് വേണ്ട, അതങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഈ പീസ് വേണ്ടാത്തതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ആം ഹോൾ ഇതാണ്, ഇത് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വരച്ച ലൈനാണ്. അത് നമുക്ക് സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതാണ് സ്ലീവ്. ഇത് നമുക്ക് സ്ലീവ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 3 പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം വേണ്ട കേട്ടോ, ഇത് നമുക്ക് വേസ്റ്റാണ്. ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് വേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തത്, ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. കാരണം ബാക്കിൽ നമ്മൾ 3 പീസ് വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് ഫ്രണ്ട് സെപ്പറേറ്റ് കട്ട് ചെയ്യണം. ആദ്യമേ നിങ്ങൾ കയറി 3 പീസ് കട്ട് ചെയ്ത് കളയരുത്. കളഞ്ഞാൽ ബാക്ക് ഫ്രണ്ടിലും പിന്നെ 3 പീസ് വയ്ക്കേണ്ടി വരും. ഉണ്ടോ? എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് മാത്രം എടുത്ത് ബാക്ക് നമുക്കിത് ബാക്കുണ്ട്, ബാക്ക് നമുക്ക് ചെസ്റ്റ് ഒക്കെ അളന്നിട്ട് കട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ബാക്കിൻ്റെ നെക്ക് വിടുത്തും ലെങ്തും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ബാക്കിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഞാൻ 2.25 എടുക്കുന്നത്. നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് വന്നോളും. ഇറക്കം ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.5 വന്നോളും. ഇവിടെയും നമ്മൾ 2.25 എടുക്കുന്നത്. 2.25 എടുക്കുന്നു. എന്നിട്ട് നോക്കണം 2.25 ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഒരു റൗണ്ട് നെക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ബാക്കിൽ നമുക്ക് റൗണ്ട് നെക്ക് മതി. എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ക്രോസ് പീസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് മാറ്റി വയ്ക്കാം. ബാക്ക് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ബാക്ക്. ഇപ്പോൾ ഈ പീസ് നമുക്കിവിടെ വച്ചേക്കാം, ക്രോസ് പീസിനായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടാണ് കട്ട് ചെയ്യേണ്ടത്.
ഫ്രണ്ട് നമുക്ക് ആദ്യം ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് 3 പീസ്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് വേണ്ടാത്ത ഭാഗമാണ്. ഇതാണ് 3 പീസ്. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും. ഇതാണ് 3 പീസിൻ്റെ കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇത് ലേസാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. നെക്കിൽ പൈപ്പിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്, ലേസാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് 3 പീസ്. നമുക്ക് ഈ ഭാഗം വേണ്ട, ഇത് നമുക്ക് ക്രോസ് പീസായിട്ട് ഉപയോഗിക്കാം ബാക്കിൽ വയ്ക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കിൻ്റെ കൂടെ വച്ചേക്കാം. അപ്പോൾ 3 പീസായി, ബാക്ക് യോക്കായി, സ്ലീവായി, സ്കേർട്ട് ഭാഗമായി. ഇപ്പോൾ സ്കേർട്ട് ഭാഗത്തെ ലെങ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ കട്ടുകൾ, കാരണം പ്ലീറ്റ്സൊക്കെ എടുത്ത് വരപ്പോൾ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് അവസാനം നമ്മൾ അളന്നിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലേസാണ് ഞാൻ ഇതിന് നെക്കിൽ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇനി അടുത്ത സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല സ്റ്റിച്ചിങ് പാർട്ടുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.